ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഇന്നും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം ഡെക്കറാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഫ്ലവറൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ അടിപൊളി ഒരു ഹോം ഡെക്കറാണ്. ഹോം ഡെക്കർ എന്ന് പറയുന്നത് ഒരു ഫ്ലവറൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഫ്ലവർ വേസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒത്തിരി ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ചെയ്യേണ്ട സാധനം ഇതാ ഇവിടെ ഉണ്ട് കണ്ട. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയലിൻ്റെ ബോട്ടിലുണ്ടാണ് ഇന്നത്തെ ഒരു ഐറ്റം കണ്ട, അടിപൊളി. അപ്പോൾ ഇത് പഴയ എല്ലാവരുടെയും വീട്ടിൽ കാണും. നമ്മളിത് ലിക്വിഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരാളിവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ട ഗൈസ്. ഇതാണ് നമ്മുടെ സുറുമി ചായ. സുറുമിയേ സുറുമിയാണിത്. സുറുമിയേ ഗൈസ്, നമ്മൾ വീഡിയോ എടുത്തപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്ത് നമ്മുടെ കാലേ വന്ന് ഞാൻ ഓടിച്ചപ്പോൾ കൊട്ടയ്ക്കകത്ത് വന്നു. പിന്നെ ഞാൻ വേറൊരാളെ കാണിച്ചു തരാവേ. ഐഷു ഗൈസ്, നമ്മൾ ഐഷു ഉമ്മ വരുന്നു. ഇത് ഈ ഒരു സുറുമിയുടെ ഉണ്ടാ. ഓ ഇങ്ങനെ ഗൈസ്, ഐഷുവിൻ്റെ കുഞ്ഞാണ് ഈ സുറുമിയേ. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു അടപ്പ് നമുക്ക് ഊരി മാറ്റണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു അടപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതാ ഈ ഒരു ഫ്രണ്ട് വശം നമുക്ക് ഏതുപോലെ ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു ഫ്രണ്ട് വശം കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ അഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇതാ ഇവിടെ 1:2 റേഷ്യോയിൽ നമ്മൾ വാട്ടറും ഗ്ലൂവും കൂടി മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു ബ്രഷും ഇട്ടിട്ടുണ്ട് കേട്ടോ. 3 ടിഷ്യൂ പേപ്പർ എടുക്കുക. അതിനുശേഷം ഇത് വെച്ചങ്ങ് പൊതിഞ്ഞ് ഫുള്ള് ഈ ഒരു ഗ്ലൂ വെച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക. കാര്യം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് വൈറ്റ് സിമെൻ്റ് ആണ്. അപ്പോൾ അതൊന്നും ജസ്റ്റ് പിടിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക ഒരു സ്ട്രെച്ചർ ഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ടിഷ്യൂ പേപ്പർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ നിങ്ങൾ ഒരു 2-3 ടിഷ്യൂ പേപ്പർ എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഗ്ലൂ വെച്ചൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഏതായാലും നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള സാധനം എടുക്കാം ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല അടിപൊളി വൈറ്റ് സിമെൻ്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് വൈറ്റ് സിമെൻ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ച് സിമെൻറ്റ് മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ പുട്ടിയൊക്കെ കലക്കി മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ ടിഷ്യൂ പേപ്പർ അടിച്ചു വെച്ച കുപ്പി എടുക്കുക. എന്നിട്ട് നമുക്ക് കുറേച്ച് എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് തേച്ചെടുക്കുക. ഓക്കെ. അപ്പോൾ ഗൈസ്, നമുക്ക് എന്താ പറയുക ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഇതുപോലെ വലിയ ഇതെടുത്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് ഇച്ചിരി വലുതായതുകൊണ്ട്. അപ്പോൾ നമുക്ക് കുറേച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ബേസായിട്ട് അടിച്ചു കൊടുക്കും. നമ്മൾ നല്ല പോലെ ഉരച്ചാൽ ഇത് ഫിനിഷിങ് ഇട്ട് തീർക്കണം. അപ്പോൾ ഇതേമാതിരി അവിടെ ഇവിടെയൊക്കെ നമ്മൾ പുട്ടിങ്ങനെ തേച്ചെടുക്കുകയാണ്. അപ്പോൾ കേസ് ഏതായാലും നമ്മൾ ആ ഒരു വൈറ്റ് സിമെൻ്റ് അടിച്ച് വെച്ച ആ ഒരു പാട്ടുണ്ടല്ലോ നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് എന്തായി അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചിരണ്ടി ഫിനിഷ് ചെയ്യണം. നോക്കിയേ, ഇവിടെ ഫുള്ള് കുഴി പോലെ. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് ഫീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് ചിരണ്ടി വൃത്തിയാക്കാം. ഇതും കൂടിയാണല്ലോ ഇത് പുട്ടിയിട്ടത്. നല്ല രീതിയിലൊന്ന് വരയ്ക്കുക. ിലുണ്ടല്ലോ നമുക്ക് എന്ത് ചെയ്യാം, പെയിൻ്റ് അടിക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ അതാ ടിഷ്യൂ പേപ്പർ ഒന്ന് നൂത്തിയിടുക. ഓക്കെ, അതിന് ശേഷം നമ്മളിതാ ഒരു ഗോൾഡൻ പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു സൈഡിൽ നമ്മളെ ടിഷ്യൂ പേപ്പറിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ അടിച്ചെടുക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പറിന് ചെറിയൊരു കളർ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ടിഷ്യൂ പേപ്പർ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ച് ഇപ്പം എന്ത് ചെയ്യുക, നമുക്ക് ഫുള്ളൊന്ന് കളർ ചെയ്തതിന് ശേഷം കാണാം. ഇനിയിപ്പോൾ നമ്മൾ ഒരെണ്ണം എടുക്കുക. അതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചാൽ ഒരു 4 എണ്ണവും ഇതിൻ്റെ മണ്ടയ്ക്കായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. 2 എണ്ണം. ഇത് 3-മത്തെയാണ്.
അപ്പോൾ ഇത് നാലാമത്തത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ വീശറയൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കി കൊടുക്കത്തില്ലേ, അപ്പോൾ അതുപോലെ നമുക്ക് മടക്കാം. ആദ്യം അങ്ങോട്ടൊന്ന് മടക്കാം, പിന്നെ ഇങ്ങോട്ട്, പിന്നെ അങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്, അങ്ങോട്ട്. ഓക്കെ, ഒരേപോലെ എടുത്ത് മടക്കാം. അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ, ഈ കനം കുറഞ്ഞ കമ്പി, കെട്ട് കമ്പി, അപ്പോൾ ഈ ഒരു കെട്ട് കമ്പി നമ്മൾ ഒരെണ്ണം എടുക്കുകയാണ്. ഓക്കെ, നമ്മളിതാ ഓരോന്നായിട്ട് ഇങ്ങനെ ഇറക്കുക, ഇതേമാതിരി. അപ്പോൾ പെരിയ വേണം, കാരണം വെച്ചാൽ ഇത് നനഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിതാ ഇതേമാതിരി 3 സെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്ര വലുത് ടിഷ്യൂ പേപ്പർ അടുക്കി എടുത്താലും ഇതുപോലാണ് വരുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഇതേമാതിരി ഇങ്ങനെ കൂട്ടി വെക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തെടുക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബാക്കിലേക്ക് ഇട്ടുന്ന കമ്പിയില്ലേ, അതുമായിട്ട് ഇതുണ്ട ഇതേമാതിരി ഇങ്ങനെ അടുക്കി പിടിച്ച് അപ്പോൾ ഗൈസ് അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. നമ്മുടെ പൂവൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് വിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 എണ്ണം ആയിട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതെന്ത് ചെയ്യാം, ഇതേമാതിരി വലിയ ഒരു കമ്പി എടുക്കുക. അതിൻ്റെ അകത്ത് ഇതുപോലെ നമ്മൾ സ്റ്റേപ്പൊക്കെ അടി അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പൂവൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ട് ഇതാണ് നമ്മൾ ബോട്ടിൽ അങ്ങ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബോട്ടിൽ എനിക്ക് നല്ല അടിപൊളിയായിട്ട് കിഡുമായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ നല്ല അടിപൊളി ഫ്ലവർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ പെയിൻ്റ് അടിക്കലാണ്. അത് നമ്മൾ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് ഫിനിഷിങ് പോയിൻറ്റിലൊരു ഷോർട്ട് വീഡിയോ കാണിച്ച് തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവലോട്ട് വീഡിയോ അവസാനിക്കാം. ബൈ.